തെക്കൻ മലയോരത്ത് വർഷത്തിലൊരിക്കൽ ചിത്രാപൗർണമി നാളിൽ പൊങ്കാലയിടുന്ന ഒരു ക്ഷേത്രമുണ്ട്. എട്ടുവീട്ടിൽ പിള്ളമാരുടെ ആക്രമണം ഭയന്ന് കൂനിച്ചി മലയിലെത്തിയ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ ധർമ്മശാസ്താവ് രക്ഷപ്പെടുത്തിയെന്ന ഐതിഹ്യം കൊണ്ട് പ്രശസ്തി ആർജിച്ച ഒരു നാടുമാണ്. കാണി സമുദായത്തിന് മാർത്താണ്ഡവർമ്മ 600 ഏക്കർ ഭൂമി കരമൊഴിവാക്കി പട്ടയം നൽകി. ഇതാണ് ചരിത്രം. കാളിമലയിലെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സഖ്യപർവ്വതത്തിൻ്റെ ഭാഗമായ വരമ്പതി മലനിരയിലെ കാളിമലയിലാണ് ഞാനിന്നുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറടയ്ക്ക് സമീപമുള്ള കേരള തമിഴ്നാട് അതിർത്തിയിലാണ് കാളിമല സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് കാളിമലയിലേക്ക് എത്താം. സമുദ്രനിരപ്പിൽ നിന്നും 3500 അടിയിലധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലേക്ക് എത്താൻ ഞങ്ങൾ ജീപ്പിനെയാണ് ആശ്രയിച്ചത്. കാളിമലയുടെ തെക്ക് വശം ഒഴിച്ചാൽ ബാക്കി എല്ലാ ഭാഗത്തും അഗാധമായ ഗർത്തമാണ്. പ്രാചീനതയുടെയും വിശ്വാസത്തിൻ്റെയും ഗന്ധമൊഴുകുന്ന വശ്യമായ സൗന്ദര്യമാണ് കാളിമലയിൽ കാണാനാവുക. അടിവാരത്തു നിന്ന് കാടിൻ്റെ തണുപ്പിൽ 6 കിലോമീറ്റർ ദൈർഘ്യമുള്ള ട്രക്കിംഗ്. ഇതിൽ 2 കിലോമീറ്റർ ദൂരവും കാട്ടിലൂടെയാണ്. അങ്ങനെ 10 കാണി നിരപ്പിൽ നിന്നും ഏറ്റവും ഉയരെയുള്ള കാളിമലയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കൊപ്പമുള്ള സാരഥി മധുചേട്ടനാണ്. മധുചേട്ടാ, ഇവിടെ ഇപ്പോൾ കുറേ കാലമായിട്ടുണ്ടോ? 11 വർഷം കൊണ്ട് ജീപ്പ് ഓട്ടോണിൻ്റെ പരിപാടി. ആൾക്കാർ വരുന്നു, മോളിൽ കൊണ്ടാക്കുന്നു. ഇതാണ് എൻ്റെ ജോലി. റോഡ് വളരെ മോശമായതുകൊണ്ട് നമുക്ക് വെള്ളം ഭയങ്കരമായ ഒഴുക്കാണ് ഇവിടെ. അതുകൊണ്ട് റോഡ് മോശമായതുകൊണ്ട് വലിയ പാടാണ് വരാനും പോകാനും ഒക്കെ. എന്നാലും ഞാൻ 10-11 വർഷം കൊണ്ട് ഞാൻ ദൈവസഹായം കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സഖ്യപർവ്വത മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന കാളിമല ദക്ഷിണ ഭാരത തീർത്ഥാടന കേന്ദ്രമായാണ് അറിയപ്പെടുന്നത്. വർഷത്തിൽ ഒരിക്കൽ ചിത്രപൗർണമി നാളിൽ നടക്കുന്ന പൊങ്കാലയാണ് ഏറ്റവും വിശേഷം. സ്ത്രീകൾ പൊങ്കാല അർപ്പിക്കുന്ന സ്ഥലം എന്ന പ്രത്യേകതയും കാളിമലയ്ക്കുണ്ട്. ചിത്തിരമാസത്തിലെ പൗർണമി ദിവസത്തിലെ പൊങ്കാല, അന്നാണ് ഈ ലക്ഷക്കണക്കായ മാതൃകൾ സ്ത്രീകൾ ഇവിടെ വന്ന് പൊങ്കാലയിടുകയും അത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കായ ആളുകൾ വന്ന് പൊങ്കാലയിടുന്ന ഒരു ചടങ്ങ്. ഇതാണ് ഇവിടുത്തെ ഉത്സവങ്ങൾ. കാളിമലയുടെ ഏറ്റവും ഉയരങ്ങളിലെത്തിയാൽ ചിറ്റാർ തടാകത്തിൻ്റെയും അഗസ്ത്യ മലനിരകളുടെയും ദൃശ്യഭംഗി തന്നെ കാണാം. അതിലുപരി കൂനിച്ചിമലയുടെയും കൊണ്ടകെട്ടിമലയുടെയും ചുറ്റും കോടമഞ്ഞുകൊണ്ട് നിറയുമ്പോൾ പ്രകൃതി ഒരുക്കിയ ദൃശ്യവിരുന്നുമുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് റീജുവിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. പ്രകൃതിയിലേക്ക് ഇറങ്ങുക, ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുക. അത് ഈ മഴക്കാലത്ത് മഴയത്തെ ഒരു ഭംഗിയാണ്, അല്ലാത്തപ്പോൾ അല്ലാത്ത ഒരു ഭംഗിയാണ്. അപ്പോൾ യാത്രകൾ പോയിക്കൊണ്ടേയിരിക്കുക. കാഴ്ചകൾ കണ്ടു തീരാത്തത്ര കാഴ്ചകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്.